ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ മോമോസ്. അപ്പോൾ ഇത് നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചിക്കൻ മോമോസിൻ്റെ കൂടെ ഒരു ഡിപ്പിംഗ് സോസും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. മോമോസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിത് നല്ലോണം കുഴച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ടിരിക്കും. ഇതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്ത ഇവിടെ ചെയ്യാൻ പോണത് ചിക്കൻ മോമോസിക്കുള്ള ഒരു ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പഴുത്ത വലിയ തക്കാളിയാണ്. അത് കഷ്ണങ്ങളാക്കിയത് ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 6 വറ്റൽമുളക്, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആയാലും മതി. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി മോമോസിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാവും. ഡിപ്പിങ്ങിനായിട്ട് വെച്ചിട്ടുള്ള തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1 ടീസ്പൂണ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് വിനീഗർ, 1 സ്പൂണ് ടൊമാറ്റോ സോസ്, 1 സ്പൂണ് സോയാ സോസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സാൾട്ടാണ്. സാൾട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ സോസിലും സോയാ സോസിലും സാൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ മോമോസിക്കുള്ള ഡിപ്പിംഗ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ ക്രഷ് ചെയ്തത് മോമോസിൻ്റെ ഫില്ലിങ്ങിൽക്കുള്ളതാണ്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ മല്ലിയില, ഇതുപോലെ 2 ടീസ്പൂണ് മല്ലിയില. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് സോയാ സോസ്, 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാനിവിടെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി. അതല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
മോമോസിൻ്റെ ഫില്ലിങ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള മൈദമാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഒരു 3 ബോൾസായിട്ട് വലിയ ബോൾസാക്കിയിട്ട് എടുക്കാം. അതിൽ ഓരോ ബോൾസും നന്നായിട്ട് ഇനി പരത്തിയെടുക്കണം. അതിനുവേണ്ടി സ്ലാബ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ശേഷം മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ബോൾസും നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പരത്തുമെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഇത്തിരി വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുന്ന പീസുകൾ പൊടി തൂവിയിട്ട് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള അടപ്പ് കൊണ്ടായിരിക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞു മോമോ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ 2 ബോൾസും നന്നായിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മോമോസിനുള്ള എല്ലാ ഷീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോമോസിൻ്റെ ഷീറ്റിൽ 1 സ്പൂണ് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഈ മോമോസിൻ്റെ ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം ഫില്ലിങ് ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെറിഞ്ഞ് എടുക്കാനായിട്ട് പറ്റത്തില്ല. മോമോസിന് പ്ലീറ്റ് എടുക്കുന്നത് ഒരു ഭാഗത്തുനിന്ന് ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു മോമോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാതും നമുക്ക് ഫില്ല് ചെയ്തിട്ട് പ്ലേറ്റ് എടുത്ത് റെഡിയാക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. എന്നാലും 1-2 പ്രാവശ്യം ചെയ്തു വരുമ്പോഴത്തേനും സിമ്പിളായിട്ട് പിന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മോമോസും റെഡിയാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ മോമോസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിയിൽ സ്റ്റീം ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിയിലിട്ടിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ മോമോസും ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിയിൽ വെക്കണേക്കാൾ മുന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മോമോസ് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ പുറത്ത് പോകും. ഇതിനെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മോമോസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ചിക്കൻ മോമോസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചിക്കൻ മോമോസ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ചിക്കൻ മോമോസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.